ഹലോ, എല്ലാവർക്കും മാക്സിമ PSCയുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 15 മുതൽ 21 വരെയുള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളാണ്. അപ്പോൾ നിങ്ങൾ ഒരു PSC ആസ്പിറന്റ് ആണ്, അല്ലെങ്കിൽ LDCക്ക് പഠിക്കുന്ന ആളാണ്. ഇതുപോലെയുള്ള എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ഈ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഹിന്റുകൾ കൂടി കിട്ടും. അപ്പൊ ഈ പറയുന്ന രണ്ട് സംവിധാനങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പരീക്ഷയുടെ ഭാഗമായി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, സമയം കളയുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കാം. മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ചുള്ള വധശിക്ഷക്ക് അനുമതി നൽകിയ രാജ്യം ഏതാണ്? അത് US ആണ്. എന്താണ്? മാസ്കിലൂടെ നൈട്രജൻ വാതകം കടത്തിവിട്ടിട്ട് അത് ശ്വസിപ്പിച്ചുകൊണ്ട് വധശിക്ഷ നടപ്പിലാക്കാം. അപ്പൊ ഈ പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നതുണ്ടല്ലോ, ഈ പറയുന്ന തൂക്കി കൊല്ലുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹാങ് ചെയ്ത് കൊല്ലുക. അപ്പൊ ഇതുപോലെയുള്ള സംഗതികളൊക്കെ ഇപ്പൊ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ ഇഞ്ചക്ഷൻ കൊടുത്തു കൊല്ലാം, അപ്പൊ വധശിക്ഷ നടപ്പിലാക്കാം. അപ്പൊ അതിന് മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ചുള്ള വധശിക്ഷക്ക് അനുമതി നൽകിയ രാജ്യം ഏതാണ്? അത് US ആണ്. ഓക്കെ, അപ്പൊ അലബാമ എന്ന് പറയുന്ന സംസ്ഥാനത്ത് അനുവദിച്ചുകൊണ്ട് US ഫെഡറൽ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അലബാമ US-ലെ 50 സംസ്ഥാനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, സ്റ്റേറ്റുകളിൽ 27-ൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വധശിക്ഷ നിയമപരമായിട്ടുള്ളത്. അപ്പൊ വിഷരാസവസ്തുക്കൾ കുത്തിവെച്ചാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്. അപ്പൊ ഈ പറയുന്ന നൈട്രജൻ വാതകം അതുപോലെയുള്ള വിഷവാതകമാണ് എന്ത് ചെയ്യുന്നത്, ഈ മാസ്കിലൂടെ ശ്വസിപ്പിച്ചുകൊണ്ട് വധശിക്ഷ നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരർത്ഥത്തിൽ നമുക്ക് എന്ത് പറയാം, അത് വളരെ വലിയ ഒരു മാറ്റമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ അത് കാണുന്ന ആളുകൾക്കും ഒക്കെ ബുദ്ധിമുട്ടാണല്ലോ. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യാം, കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് എന്ത് ചെയ്യാം, പെട്ടെന്ന് നടപ്പിൽ വരുത്താം. അടുത്തൊരു കാര്യം, ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ, അതിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ICJ എന്ന് പറയും, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഓക്കെ, അപ്പൊ അതിൽ കേസ് നൽകിയ രാജ്യം ആരാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഓക്കെ, ദക്ഷിണാഫ്രിക്ക ഈ പറയുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പരാതി നൽകാൻ ഒരു കാരണമുണ്ട്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, പലസ്തീൻ, ഇതൊന്നും ഉൾക്കൊള്ളുന്ന വൻകരയിലല്ല. അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയം ഒരു തരത്തിൽ പോലും എന്ത് ചെയ്യുന്നില്ല, മീൻസ് ഇവരെ ബാധിക്കുന്ന പോലുമില്ല, മീൻസ് ദക്ഷിണാഫ്രിക്കയെ. കാരണം ദക്ഷിണാഫ്രിക്ക എന്ന് പറയുമ്പോൾ ആഫ്രിക്കയുടെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. അതേസമയത്ത് ഇത് വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് സൗത്ത് ആഫ്രിക്ക ഇടപെട്ടു എന്ന് ചോദിച്ചാൽ, ഈ അപ്പാർത്തൈഡ് മൂവ്മെന്റ് ഒക്കെ ഇല്ലേ, കാരണം അവിടെ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ പേരിൽ ഒരുപാട് പ്രതിസന്ധികൾ, അല്ലെങ്കിൽ വംശീയ വെറിയുടെ, അല്ലെങ്കിൽ വംശീയ ഉന്മൂലനത്തിന്റെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് അനുഭവിച്ച ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. അതുകൊണ്ട് തന്നെയാണ് നെൽസൺ മണ്ടേലയുള്ള ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ പലസ്തീനിയൻ കോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് നിലകൊണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു തുടർച്ച എന്നോണമാണ് എന്ത് ചെയ്യുന്നത്, ദക്ഷിണാഫ്രിക്ക ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ എന്ത് ചെയ്യുന്നത്, ഇസ്രായേലിനെതിരെ വംശീയ ജിനോസൈഡിന് എന്ത് ചെയ്യുന്നത്, കുറ്റം ആരോപിച്ചുകൊണ്ട് കേസ് നൽകിയിരിക്കുന്നത്. അടുത്തൊരു കാര്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള നഗരമായി, അല്ലെങ്കിൽ ക്ലീനസ്റ്റ് സിറ്റി എന്ന് പറയും, ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് 7ാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ ആണ്. 7ാം തവണയും ക്ലീനസ്റ്റ് സിറ്റി എന്ന് പറയുന്ന പേര് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ഇൻഡോറിനാണ്. ഓക്കെ, അപ്പൊ 2023-ലെ സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം, അപ്പൊ ക്ലീനസ്റ്റ് സിറ്റികൾക്കും ഡിസ്ട്രിക്റ്റിനും സ്റ്റേറ്റിനൊക്കെ നൽകുന്ന പുരസ്കാരങ്ങളാണ് സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം. അതിൽ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ, സൂറത്താണ്. അപ്പൊ ഇൻഡോർ നമ്മൾ പറഞ്ഞു 7ാം തവണയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡോർ ഇത്തരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. മുമ്പ് 2ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന സൂറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം ഇൻഡോറിന്റെ കൂടെ 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. സൂറത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഗുജറാത്ത്. കാരണം ഗുജറാത്തിന് ഒരുപാട് മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2ാം സ്ഥാനത്തുള്ളത് നാവി മുംബൈ ആണ്. ഓക്കെ,
ദെൻ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇത് സ്റ്റേറ്റ് ആണ്, നഗരമാണ് പറഞ്ഞത് ഇൻഡോറും സൂറത്തും ഒക്കെ. ഓക്കെ. അപ്പൊ ഏറ്റവും വൃത്തിയുള്ള സ്റ്റേറ്റ് ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. 2ഉം 3ഉം സ്ഥാനങ്ങൾ മധ്യപ്രദേശാണ് 2ആം സ്ഥാനത്ത്, ഛത്തീസ്ഗഡ് ആണ് എന്ത് ചെയ്യുന്നത് 3ആം സ്ഥാനത്തുള്ളത്. കേരളം 22ാമത് സ്ഥാനത്താണ്. ഓക്കെ. അപ്പൊ നമ്മൾ പല കാര്യങ്ങളിലും കേരളം മുന്നിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ക്ലീനസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ എന്താണ് ഈ കേരളം ഒരുപാട് പിന്നിലാണ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അടുത്തൊരു കാര്യം, 2024 ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. ഓക്കെ. അപ്പോ 2024 ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് ആരാണ്? മൈക്രോസോഫ്റ്റ്. ആരാണ്? ബിൽ ഗേറ്റ്സ് അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ആപ്പിളിനെ, അഥവാ ആപ്പിൾ ആയിരുന്നു. ആപ്പിൾ നമ്മൾ വേറൊരു ന്യൂസ് പറയുന്നുണ്ട്, സാംസങ്ങിനെ മറികടന്നുകൊണ്ട്, അഥവാ മൊബൈൽ മാനുഫാക്ചറിംഗിൽ സാംസങ്ങിനെ മറികടന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആപ്പിൾ 1ആം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന 2024 ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. ദെൻ കരസേനാ ദിനം, അഥവാ ജനുവരി 15 ആണ് കരസേനാ ദിനമായി ആചരിക്കുന്നത്. ഓക്കെ. അപ്പൊ ആർമി ഡേ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കരസേന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നാവികസേന, നേവി വേറെയുണ്ട്, അതേപോലെ തന്നെ എയർഫോഴ്സ് വേറെയുണ്ട്. അപ്പൊ നാവികസേന വേറെയുണ്ട്, മീൻസ് അതേപോലെ തന്നെ എന്തുണ്ട്, വായുവിലൂടെ സഞ്ചരിക്കുന്ന എയർഫോഴ്സ് അവര് വേറെയുണ്ട്. അപ്പൊ കരസേനാ ദിനം എന്താണ്? ജനുവരി 15 ആണ്. അപ്പൊ 37ാമത് കരസേനാ ദിനം ആചരിക്കുന്ന വേദി എവിടെയാണ്? ലക്നൗ ആണ്. അപ്പൊ ഈ പറയുന്ന 2 കാര്യങ്ങൾ നമ്മളിപ്പോ ജനുവരി 15 മുതൽ 21 വരെയുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ 15 കരസേനാ ദിനമാണ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ദെൻ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാം വാർഷികമാണ് 2024 ജനുവരിയിൽ ആഘോഷിച്ചത്? അതെന്താണ്? 150ാം വാർഷികമാണ്. ഓക്കെ. അപ്പൊ 150ാം വാർഷികമാണ് എന്ത് ചെയ്തത്? ഇവിടെ ആഘോഷിച്ചത്. കാരണം ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു അല്ലെ. അപ്പൊ ഈ പറയുന്ന മീൻസ് മെറ്റീരിയോളജി എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പണ്ടുള്ള പുരാണങ്ങളിലൊക്കെ ഈ കാലാവസ്ഥാ പ്രവചനം കാര്യങ്ങളും മൺസൂണിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മൺസൂൺ അല്ലെ. ഈ പറയുന്ന മേഘദൂത് എന്ന് പറയുന്ന മീൻസ് കാളിദാസന്റെ ആ കൃതിയിലൊക്കെ മൺസൂണിനെ കുറിച്ചൊക്കെ പരാമർശമുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇത് കൃത്യമായ രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യണം അല്ലെ. കാരണം ഇപ്പോ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം അനലൈസ് ചെയ്യാറുള്ളത്? അപ്പൊ ഓരോ മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ നോക്കും. അപ്പൊ അതേ സ്ഥിതിവിശേഷം മറ്റൊരു സമയത്ത് വരുമ്പോൾ നമ്മൾ പറയും, ആ ഡാറ്റ കളക്ട് ചെയ്ത് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് പറയും ഇപ്പൊ ഇവിടെ ന്യൂനമർദ്ദമുണ്ട്, അപ്പൊ ചുഴലിക്കാറ്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് ആ ഡാറ്റകൾ അനലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇപ്പോ നിങ്ങള് കുറെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തു. അപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളെ കയ്യിലുള്ള ഒരു ഡാറ്റയാണ്. അപ്പൊ നിങ്ങൾ പല രീതിയിലുള്ള മോക്ക് ടെസ്റ്റും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 80+ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യും? അടുത്ത പരീക്ഷയ്ക്ക് എന്തായാലും അടുത്ത ഏതാണോ പരീക്ഷ വരാനുള്ളത്, ഇപ്പൊ LDC ആണ് LDC, അല്ലെ LGS ആണ് LGS, അതിൽ നിങ്ങൾ പാസ് ആവുമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. കാരണം എന്താണ്? നിങ്ങളുടെ പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ്. ഓക്കെ. അപ്പൊ അതേപോലെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ, ആ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന മെറ്റീരിയോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യും. ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയുള്ളതാണ് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതാണ് കാലാവസ്ഥാ വകുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ 2024 അപ്പൊ ഇത് തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞത്. ബ്രിട്ടീഷുകാരെന്തായി വന്നപ്പം അവർക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന കൃഷി കൃത്യമായ രീതിയിൽ വന്നാലേ എന്ത് ചെയ്യുള്ളൂ? അവർക്ക് ഈ പറയുന്ന ടാക്സ് കൃത്യമായി കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കാലാവസ്ഥയിൽ മാറ്റം വരുമ്പോൾ മഴ സമയത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ അതുപോലെയുള്ള സംഗതികൾ പ്രവചിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അവർ സ്ഥാപിച്ചത്. അപ്പൊ അതിന്റെ കാരണം ഇന്ത്യ സ്വതന്ത്രമായിട്ട് 75 വർഷമായിട്ടേ ഉള്ളൂ. അപ്പൊ 150 വർഷമായി എന്ന് നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യും? അപ്പൊ അതിനു മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം
അപ്പൊ രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാരാണ്? സാറ ജോസഫ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. സാറ ജോസഫ് എന്ന് പറയുന്ന എഴുത്തുകാരി, നിങ്ങൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ സാറ ജോസഫിന് കിട്ടിയ മറ്റു പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം അവരുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്, പ്രത്യേകിച്ച് അവാർഡ് കിട്ടിയ കൃതികൾ അല്ലെങ്കിൽ അവാർഡിൽ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായ കൃതികൾ, അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് എൻ, എഡ്യൂക്കേഷൻ ഫോർ റിത എന്ന ഓർമ്മക്കുറിപ്പ് ആരുടേതാണ്? വൃന്ദ കാരാട്ടിൻ്റെതാണ്. എൻ എഡ്യൂക്കേഷൻ ഫോർ റിത എന്ന് പറയുന്ന ഒരു മീൻസ് ഓർമ്മക്കുറിപ്പ് ആരുടെ പുസ്തകമാണ്? വൃന്ദ കാരാട്ടിന്റെ പുസ്തകമാണ്. കാരണം ഇവര് ഒരു ഇടതുപക്ഷ ചിന്താഗതിയുടെ ആളുകളാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എന്താണ് വൃന്ദ കാരാട്ട്, ഈ പറയുന്ന ഒരു പേരും ഈ പറയുന്ന പുസ്തകത്തിന്റെ പേരും നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അടുത്തൊരു കാര്യം, രാജ്യത്ത് ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ഏതാണ്? അത് കേരളമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല കാര്യത്തിലും കേരളം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ക്ലീനസ്റ്റ് സിറ്റി എന്ന് പറയുന്നതിൽ എന്തില്ല, കേരളം ഒന്നാം സ്ഥാനത്തല്ല, കേരളം 22ാമത് സ്ഥാനമാണ്. അപ്പൊ ഒരുപാട് പിന്നിലാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം, ഇത് പഠിച്ചു വെക്കണേ. പാലിയേറ്റീവ് കെയർ നയം കൊണ്ടുവന്നത് എന്താണ്? കേരളയാണ്. അടുത്തൊരു കാര്യം, 2400 മെഗാവാട്ട് ശേഷിയുള്ള ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് ഒഡീഷയാണ്. 2400 മെഗാവാട്ട് ശേഷിയുള്ള ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി അതെവിടെയാണ്? ഒഡീഷയിലാണ്. അപ്പൊ ഈ പറയുന്ന ഒഡീഷ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ജാർസുഗുഡ എന്ന് പറയുന്ന താപവൈദ്യുതി എവിടെയാണ് നിലവിൽ വരുന്നത്? അടുത്ത പ്രധാനപ്പെട്ട ഒരു ഫാക്ട് ആണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക്, അത് എവിടെയാ വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തേതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എവിടെയാണ് വരുന്നത്? അത് മഹാരാഷ്ട്രയിലെ പഞ്ച് എന്ന് പറയുന്ന ടൈഗർ റിസർവ് ആണ്. അപ്പോ മഹാരാഷ്ട്രയിലെ പഞ്ച് എന്ന് പറയുന്ന ടൈഗർ റിസർവിലാണ് ഫസ്റ്റ് ഡാർക്ക് സ്കൈ പാർക്ക്. ഏഷ്യയിൽ ഇത് 5ാമത്തേതാണ്. ഇന്ത്യയിൽ 1ാമത്തേതാണ്, ഫസ്റ്റ് ഇൻ ഇന്ത്യ ബട്ട് 5th ഇൻ ഏഷ്യ. അപ്പൊ ഏഷ്യയിലെ 5ാമത്തെ ഡാർക്ക് സ്കൈ പാർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ്. അടുത്തൊരു കാര്യം, ദുരന്ത മുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകാൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് പ്രാപ്യം. അപ്പൊ ഈ പറയുന്ന രക്ഷാപ്രവർത്തകർക്ക് എന്ത് ചെയ്യണം? ആംഗ്യഭാഷയിൽ പരിശീലനം നൽകണം. അപ്പൊ എന്താണ് മീൻസ് സിമ്പിൾ അല്ലെ? കാരണം ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ദുരന്ത നിവാരണത്തില് ചിലപ്പം ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവര് പറയുന്നത് മനസ്സിലാവില്ല. അപ്പോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന ഡിഫറently ആബിൾഡ് ആയ, സംസാരിക്കാൻ പറ്റാത്ത അന്ധരും അല്ലെങ്കിൽ മൂകരായ ആളുകൾ, അപ്പൊ ഇവരോടൊക്കെ എന്ത് ചെയ്യണം? മീൻസ് സംസാരിക്കണമെങ്കിൽ, അതേപോലെ തന്നെ ഈ പറയുന്ന ആളുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആംഗ്യ ഭാഷയൊക്കെ വേണം. അപ്പൊ അതിനുവേണ്ടി പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രാപ്യം. അപ്പൊ പ്രാപ്യമല്ലാത്ത ഒരു സംഗതി പ്രാപ്യമാക്കിയെടുക്കുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രാപ്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു കാര്യം, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കൺ എന്ന പദവിയിൽ നിന്ന് രാജിവെച്ച ചലച്ചിത്ര നടൻ ആരാണ്? പങ്കജ് ത്രിപാഠി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, കാരണം സിനിമകളിലും ബോളിവുഡ് സിനിമകളിലും അതേപോലെ തന്നെ സീരീസുകളിലൊക്കെ വളരെ നിറസാന്നിധ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പങ്കജ് ത്രിപാഠി. അദ്ദേഹമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കൺ എന്ന് പറയുന്ന പദവിയിൽ നിന്ന് രാജിവെച്ചത്. അടുത്തത്, ആക്രമണത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഇക്വഡോർ ആണ്. കാരണം ഫുട്ബോളിലൊക്കെ വളരെ നിറസാന്നിധ്യമായ ഒരു രാജ്യമാണ് ഇക്വഡോർ. അപ്പൊ അക്രമത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പൊ ഇതുപോലെ ഞാൻ ഒരു ഹിന്റ് തരികയാണ്, കാരണം നമുക്ക് വീക്കിലി കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയി ഡെപ്തിൽ പോകാൻ പറ്റില്ല. അപ്പൊ ഇക്വഡോർ എന്ന് പറയുന്ന ഒരു രാജ്യം, അപ്പൊ ഇങ്ങനെ നിങ്ങൾ ന്യൂസിൽ പഠിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പറയുന്ന കാര്യം ഒന്ന് അങ്ങ് അപ്ഡേറ്റ് ചെയ്യുക. ഇത് തെക്കേ അമേരിക്കയിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. തെക്കേ അമേരിക്കയിലാണ് ഏറ്റവും ചെറിയ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. ലാ റിപ്പബ്ലിക്ക ദെൽ ഇക്വഡോർ എന്നാണ് ഔദ്യോഗിക പേര്. ഇത് പസഫിക് തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കൊളംബിയയാണ്. അപ്പോൾ വടക്ക് ഭാഗത്ത് കൊളംബിയയാണ്.
കിഴക്ക് തെക്ക് ഭാഗത്ത് പെറു ആണ്, പടിഞ്ഞാറ് ഭാഗത്ത് പസഫിക് സമുദ്രമാണ്. അതേപോലെ തന്നെ ഭൂമധ്യരേഖ ഈ രാജ്യത്തിന്റെ ഏകദേശം മധ്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇതിനെന്ത് ചെയ്യുന്നത് ഇക്വഡോർ എന്ന് പേര് വന്നിരിക്കുന്നത് വരെ. 1830 വരെ ഈ ഭൂരിഭാഗം ക്വിറ്റോ എന്നറിയപ്പെട്ടിരുന്നു. പിന്നീട് ഭൂമിശാസ്ത്രപരമായ വൈജാത്യം ഈ പറയുന്ന വികസനത്തെ സാരമായി ബാധിക്കുന്നു. അമേരിക്കയിലെ ആദിവാസികളുടെയും മെസ്റ്റിസോ തുടങ്ങിയ സങ്കര വിഭാഗങ്ങളും ന്യൂനപക്ഷം യൂറോപ്യരും നിവസിക്കുന്ന ഇക്വഡോർ ഇന്നും വികസ്വര ദശയിലാണ്, അഥവാ വികസിത രാഷ്ട്രമായിട്ടുള്ള ഡെവലപ്പിംഗ് ആണ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ തന്നെ തെക്കേ അമേരിക്കയിലെ രാഷ്ട്രങ്ങൾക്കിടയിൽ പോലും ഒരുപാട് പിന്നാക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ഫാക്റ്റുകൾ, അപ്പൊ ഒരു കാര്യം നിങ്ങൾ പഠിക്കുമ്പോൾ അതിനോടനുബന്ധമായിട്ടുള്ള ബേസിക്, കാരണം നിങ്ങൾ ഒന്നും ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി. ഗൂഗിളിൽ ടൈപ്പ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ ആപ്പിൾ ആണെങ്കിൽ ശരി, അല്ലെ ഗൂഗിൾ അസിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ഒരു വോയിസിൽ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ പറയുന്ന ഫാക്റ്റുകൾ കിട്ടും. അപ്പൊ ഈ പറയുന്ന ടെക്നോളജിയുടെ അഡ്വാൻസുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി യൂസ് ചെയ്യണം. അപ്പൊ ഇതുപോലെ എന്ത് ഫാക്ട് കിട്ടിയാലും അതിന്റെ തൊട്ടപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ ഇക്വഡോർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. ഇപ്പൊ ചിലപ്പോൾ PSC ഒരു ചോദ്യം ചോദിക്കുന്നു, ആക്രമണത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇക്വഡോർ എന്ന് പറയുന്ന രാജ്യം അത് ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തെക്കേ അമേരിക്കയാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇക്വഡോർ അതിർത്തി പങ്കിടാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കാരണം ഇവിടെ കൊളംബിയ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, പെറു ഉണ്ട്. അപ്പോ അല്ലെങ്കിൽ ഇത് സമുദ്ര തീരത്തുള്ള രാജ്യമാണോ അല്ലയോ എന്തും ചോദിക്കാം. അപ്പൊ ഇതുപോലെ എന്ത് ചോദിച്ചാലും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ത് ചെയ്യാം, നമ്മളൊന്ന് കവറപ്പ് ചെയ്ത് വരാം. അതേപോലെ തന്നെ 54ാമത് ലോക സാമ്പത്തിക ഫോറം, വേൾഡ് എക്കണോമിക് ഫോറം, അതെവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലാണ് നടക്കുന്നത്. അപ്പൊ 54ാമത് വേൾഡ് എക്കണോമിക് ഫോറം അതെവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലാണ് നടക്കുന്നത്. ആ ഒരു ഫാക്ട് ഒന്ന് ഓർത്തു വെക്കുക. അതേപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി മലേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ എത്തിയ എന്ന് പറഞ്ഞാൽ ഫൈനലിൽ പരാജയപ്പെട്ടതാണ്, പക്ഷെ ഫൈനലിൽ എത്തുന്ന ആദ്യ താരജോഡി എന്ന് പറയുന്നത് ആരാണ്? സ്വാതിക് സായിരാജ് രംഗി റെഡ്ഡി, അതേപോലെ തന്നെ ചിരാഗ് ഷെട്ടി. ഓക്കെ, അപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫൈനലിലെങ്കിലും എത്തുന്നത്. ഫൈനലിൽ ജയിച്ചോ ജയിച്ചില്ല എന്നല്ല, ഫൈനലിൽ ആദ്യമായിട്ട് എത്തുന്നത് എന്താണ്? ഈ പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് മലേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ എത്തിയ ഇന്ത്യൻ താരജോഡി ആരാണ്? സ്വാതിക് സായിരാജ് രംഗി റെഡ്ഡി, അതേപോലെ തന്നെ ചിരാഗ് ഷെട്ടി. ഇനി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തീമാറ്റിക് ക്യൂറേറ്റഡ് സയൻസ് എക്സിബിഷനായ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള ജനുവരി 15 മുതൽ ഫെബ്രുവരി 15 വരെ എവിടെയാണ് നടക്കുന്നത്? തോന്നക്കലിലുള്ള ബയോ 360 ലൈഫ് സയൻസ് പാർക്കിലാണ്. അപ്പോ തോന്നക്കൽ അഥവാ ബയോ 360 ലൈഫ് സയൻസ് പാർക്കിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സയൻസ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മ വെക്കണം. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവിറോൺമെന്റ് എന്താണ്? KSCSTE, അതേപോലെ തന്നെ അമ്യൂസിയം ആൻഡ് സയൻസ്. അപ്പൊ ഇവരൊക്കെ സംയുക്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഓക്കെ, അടുത്തൊരു കാര്യം, എല്ലാ വർഷവും ജനുവരി 14 മുതൽ 15 വരെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും വലിയ മേളകളിൽ ഒന്നായ ഗംഗാസാഗർ മേള? കാരണം ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കുംഭ് മേള കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ജനബഹുലമായ ഒരു പ്രോഗ്രാമാണ് എന്ത്? ഗംഗാസാഗർ. കാരണം ഈ സാഗർ എന്ന് പറയുന്ന ഗംഗ ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ആ ഒരു ദ്വീപിൽ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? വിശുദ്ധ സ്നാനം നടത്തുന്ന ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു എന്താണ് ഒരു ആഘോഷം എന്ന് പറയാൻ ചിലപ്പോ ഒരു മതപരമായ ഒരു ആചാരം കൂടിയാണ്. അപ്പൊ ഈ ഗംഗാസാഗർ മേള എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് നടക്കുന്നത്. അത് കുംഭമേള കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ മേള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേരള കലാമണ്ഡലത്തിന്റെ
2022 അഭിമാനകരമായ ഫെലോഷിപ്പ് അവാർഡുകൾ നേടിയ 2 പേര്. ഒന്ന് മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്ന് പറയും, കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ടതാണ്. വേണുജി എന്ന് പറയും, കുടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി അതേപോലെ തന്നെ വേണുജി, ഈ പറയുന്ന 2 ആളുകൾക്കാണ് 2022 കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് ലഭിച്ചിരിക്കുന്നത്. അടുത്തൊരു കാര്യം, ഏത് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ചാഡ് ഓക്സൈ എന്ന് പറയുന്ന നിപ്പ വാക്സിൻ? കാരണം നമ്മൾ പറഞ്ഞു ഈ പറയുന്ന വവ്വാൽ അല്ലെ, ബാറ്റ്, അപ്പൊ ഈ പറയുന്ന ബാറ്റിലൂടെയാണ് ഇത് പകരുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ 4 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇനി കൃത്യമായ വാക്സിനോ മെഡിസിനോ അവൈലബിൾ അല്ല എന്നതായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ചാഡ് ഓക്സൈ എന്ന് പറയുന്ന നിപ്പ ബി വാക്സിൻ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് നിപ്പക്കെതിരെ. കാരണം നിപ്പയുടെ പ്രത്യേകത എന്താണ്, മരണസാധ്യത കൂടുതലാണ്. രോഗം വന്നാൽ മരണസാധ്യത 75% അല്ലെങ്കിൽ 70 മുതൽ 90, 95 വരെയൊക്കെ എന്തുണ്ട്, മരണസാധ്യതയുള്ള. ഇപ്പൊ കേരളത്തിൽ അത് കുറവാണ്. കാരണം കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. കാരണം ഹെൽത്ത് സിസ്റ്റം പെട്ടെന്ന് ഇത് മീൻസ് മോണിറ്റർ ചെയ്തിട്ട് അതിനെതിരെ നടപടി, കാരണം അതിന് മരുന്നില്ല എന്നിരുന്നാൽ കൂടി സിംറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മീൻസ് ചികിത്സിച്ചുകൊണ്ടാണ് ഇത്രയും മരണസാധ്യത കേരളത്തിൽ നമുക്ക് കുറക്കാൻ സാധിച്ചത്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടക്കുന്ന നാവിക അഭ്യാസമാണ് എക്സ് അയുത്തയ എന്ന് പറയും. അപ്പൊ എക്സ് അയുത്തയ എന്ന് പറയുന്നത് ഇന്ത്യയും തായ്ലാൻഡ്. അപ്പൊ ഈ പറയുന്ന 2 രാജ്യങ്ങൾ തമ്മിലുള്ളതാണ് എന്ത്, ഇൻഡോ തായ്. അപ്പൊ ഈ പറയുന്ന ഒരു അഭ്യാസം, അപ്പൊ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടത്തുന്ന നാവിക അഭ്യാസമാണ് എക്സ് അയുത്തയ എന്ന് പറയും, ഇൻഡോ തായ് എന്ന് പറയും, ഇന്ത്യയും തായ്ലാൻഡും. അപ്പൊ ഈ പറയുന്ന എക്സ് അയുത്തയ കാരണം അയുത്തയ എന്ന് പറയുമ്പോൾ തന്നെ ഒരു തൈ എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ എന്തായാലും ഉണ്ട് എന്നറിയാം. പിന്നെന്താണ്, തായ്ലാൻഡ് ആണ്. അടുത്തത് പ്രധാനമന്ത്രി ആവാസ് യോജന, ഈ ഗ്രാമീൺ, കാരണം പ്രധാനമന്ത്രി ആവാസ് യോജന ഇത് ഗ്രാമീൺ ഉണ്ട്, അതേപോലെ തന്നെ അർബണും ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ, അതിന്റെ 1 ലക്ഷം ഗുണഭോക്താക്കൾക്ക് PM ജൻമൻ പദ്ധതി ആദ്യ ഗഡു വിതരണം ചെയ്യുന്നത് ഏത് സമുദായത്തിനാണ് ഗുണം ചെയ്യുന്നത്? അത് ദുർബലരായ വിഭാഗം, PVTG, പാർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ആ ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, PM ജന്മൻ എന്ന് പറയും അല്ലെ, PM ജന്മൻ. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ, പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി യോജന എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. അത് പാർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയും, ദുർബലരായ ആദിവാസി ഗ്രൂപ്പുകൾ. അടുത്തത് 2024 ജനുവരി 14 ഇന്ത്യ വ്യോമസേനക്കായി ആസ്ട്ര M മിസൈലുകളുടെ ആദ്യ ബാച്ച് ഏത് കമ്പനിയിലാണ് നിർമ്മിച്ചത്? അത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്ന് പറയും. എന്താണ്? ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആസ്ട്ര M മിസൈലുകൾ. അപ്പൊ ഭാരത് ഡൈനാമിക്സ് ആസ്ട്ര മിസൈലുകൾ എന്ന് പറയുന്ന ഒരു കാര്യം, ആസ്ട്ര ഭാരത് ഡൈനാമിക്സ്. അപ്പൊ ആ ഒരു ഫാക്ട് പഠിച്ചു വെക്കുക. അടുത്തൊരു കാര്യം, ഈ പറയുന്ന സിനോമിക്രുറസ് ഗൊറൈ എന്ന് പറയുന്ന പുതിയ പാമ്പിനെ ഇന്ത്യയിലെ ഏത് സർവകലാശാലയിലാണ് കണ്ടെത്തിയത്? അത് മിസോറാം യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സയന്റിഫിക് നെയിം ഒന്ന് പഠിച്ചു വെക്കുക. സിനോമിക്രുറസ് ഗൊറൈ എന്ന് പറയുന്ന പാമ്പിനെ എവിടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? മിസോറാം യൂണിവേഴ്സിറ്റിയാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഫാക്ട് ആണ്, ഡെൻമാർക്കിലെ പുതിയ രാജാവായി സ്ഥാനമേറ്റതാണ് ഫെഡറിക് 10 52 വർഷങ്ങൾക്ക് ശേഷം മാർഗരറ്റ് രാജ്ഞി സ്ഥാനമൊഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ മാർഗരറ്റ് രാജ്ഞി എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഔദ്യോഗിക സ്ഥാനം അഥവാ ക്രൗൺ ഓഫ് ഡെൻമാർക്ക് എന്ന് പറയുന്ന സ്ഥാനം അവർ ഒഴിഞ്ഞിട്ടുണ്ട്. ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിക്ക് ശേഷം യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിൽ തുടർന്ന് ഡെൻമാർക്കിലെ മർഗരേത്ത എന്ന് പറയുന്ന രാജ്ഞി എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 52 വർഷക്കാലം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവര് ഈ സ്ഥാനത്ത് തുടർന്നിട്ടുണ്ട്. ഇവരുടെ അച്ഛന്റെ മരണത്തെ തുടർന്നാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ഥാനം ഏറ്റെടുത്തത്.
ഇപ്പൊ 52 വർഷം ഇപ്പം ആരോഗ്യകരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ അബ്ഡിക്റ്റ് ചെയ്തിട്ട് എന്താണ് അവരുടെ മകനാണ് എന്ത് ചെയ്യുന്നത് സ്ഥാനാരോഹണം ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു കാര്യം, റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം നൽകുന്ന പദ്ധതി എന്താണ്? 10 രൂപക്ക് വെള്ളം നൽകുന്ന പദ്ധതിയാണ് സുജലം എന്ന് പറയും. അപ്പൊ 1 ലിറ്റർ വെള്ളത്തിന് 10 രൂപ. അപ്പൊ ആ പറയുന്ന രീതിയിൽ റേഷൻ ഷോപ്പ് വഴി ബോട്ടിൽഡ് വാട്ടർ ത്രൂ റേഷൻ ഷോപ്പ്, അപ്പൊ 10 രൂപക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന ട്രിവാൻഡ്രത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം 10 രൂപയാണ് അല്ലെ ഈ പറയുന്ന വെള്ളത്തിന് കൊടുക്കേണ്ടി വരുന്നത്. കാരണം ഈ ഒരു ജയിലിൽ നിന്ന് അല്ലെങ്കിൽ പ്രിസണിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഈ ബോട്ടിലും അവൈലബിൾ ആണ്. 10 രൂപയാണ് അവിടെ നൽകേണ്ടത്. അപ്പൊ ഈ പറയുന്ന 10 രൂപക്ക് എന്ത് ചെയ്യും? 1 ലിറ്റർ വെള്ളം. കാരണം ഇപ്പൊ സാധാരണ രീതിയിൽ എന്താണ് 1 ലിറ്റർ വെള്ളത്തിന് 20 റുപ്പീസ് അല്ലേ? ഇതിനു മുമ്പ് ഒരു 13 രൂപ എന്നൊക്കെ പറയുന്ന ഒരു വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ഇപ്പൊ എഗെയിൻ അതെന്ത് ചെയ്തിട്ടുണ്ട്? 20 രൂപയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള ഗസറ്റഡ് വിഭാഗത്തിലുള്ള ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? പി മുരളീധരനാണ്. ആരാണ്? പി മുരളീധരനാണ്. ജസ്റ്റ് ആ പേരൊന്ന് ഓർത്തു വെക്കുക. അതേപോലെ തന്നെ എയറോപോണിക് ഫാമിംഗ് കൃഷി രീതിയിലൂടെ ഉൽപാദിപ്പിച്ച സിങ്കും ഇരുമ്പും സമ്പുഷ്ടമായ മിനി ഉരുളക്കിഴങ്ങ് പേരെന്താണ്? കുഫ്രി ഉദയ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എയറോപോണിക് ഫാമിംഗ് കൃഷി രീതി, ഓക്കെ, അപ്പൊ ഈ പറയുന്ന പേരൊന്ന് പഠിച്ചു വെക്കുക. എയറോപോണിക് ഫാമിംഗ് കൃഷി രീതി, അതിലൂടെ ഉൽപാദിപ്പിച്ച സിങ്കും ഇരുമ്പും സമ്പുഷ്ടമായ മിനി ഉരുളക്കിഴങ്ങ് ഏതാണ്? അത് കുഫ്രി ഉദയ് എന്ന് പറയും. അതിന്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെയുള്ള ഇന്ത്യൻ കരസേനയുടെ സൈനിക നീക്കത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സർവശക്തി. അപ്പൊ സർവശക്തിയോടെ ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം എന്ത് ചെയ്യുന്നു? പ്രതിരോധിക്കുന്നു. അതിന്റെ പേരാണ് ഓപ്പറേഷൻ സർവശക്തി. അപ്പൊ നിലവിൽ ഇപ്പൊ കാശ്മീരിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? ആ ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സർവശക്തി എന്ന് പറയുന്നത്. ഇനിയുള്ള 2 ഫാക്ടുകൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം തന്നെ ബൈഹാർട്ട് ചെയ്യണം. 2024 ജനുവരിയിൽ 2500 വർഷം പഴക്കമുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശം ഏതാണ്? ആമസോൺ കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. അപ്പൊ ഈ 2 ഫാക്ടുകളും നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ 2500 വർഷം പഴക്കമുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശം എവിടെയാണ്? ആമസോൺ കാടുകളിലാണ്. ആമസോൺ കാടുകളിലാണ് എന്ത് ചെയ്യുന്നത്? 2500 വർഷം പഴക്കമുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ദെൻ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് എവിടെയാണ്? അത് ന്യൂയോർക്കിലാണ്. അപ്പൊ ഈ 2 ഫാക്ടും നിങ്ങൾ എന്ത് ചെയ്യണം? കൺഫ്യൂസ് ആകരുത്, കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കുക. അടുത്തൊരു കാര്യം, നിർമ്മിത ബുദ്ധി തെരഞ്ഞെടുപ്പിനെ ഗുരുതരമായി ബാധിച്ചേക്കുമെന്ന് റിപ്പോർട്ട് നൽകിയത്. കാരണം AI ഇപ്പൊ പറഞ്ഞു ChatGPT ഇതുപോലെയുള്ള AI സംവിധാനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ AI യൂസ് ചെയ്യപ്പെടുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പൊ നിർമ്മിത ബുദ്ധി തെരഞ്ഞെടുപ്പിനെ ഗുരുതരമായി ബാധിക്കും എന്ന് റിപ്പോർട്ട് പുറത്തുവിട്ട സംഘടന ഏതാണ്? അത് വേൾഡ് എക്കണോമിക് ഫോറം. കാരണം വേൾഡ് എക്കണോമിക് ഫോറം അവരുടെ 54ാമത് മീറ്റിംഗ് എവിടെയായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്വിറ്റ്സർലാൻഡ് അല്ലേ? ഓക്കെ, അപ്പൊ ഇവരാണ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന AI. അപ്പൊ AI എന്ത് ചെയ്യും? ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അഖിലേന്ത്യാ സർവകലാശാല വനിതാ വോളിബോൾ കിരീടം ആർക്കാണ്? മഹാത്മാഗാന്ധി സർവകലാശാല. അഖിലേന്ത്യാ സർവകലാശാല വോളിബോൾ കിരീടം നേടിയതാരാണ്? മഹാത്മാഗാന്ധി സർവകലാശാല. അത് കേരളത്തിലേത് കൂടി ആയതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. നേരത്തെ നമ്മൾ കരസേനാ ദിനം പറഞ്ഞില്ലേ? ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം അത് ജനുവരി 16 കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഈ പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ അതിനു വേണ്ടിയുള്ള മേക്ക് ഇൻ ഇന്ത്യ ഇതുപോലെയുള്ള ഒരുപാട് പദ്ധതികൾ വന്നിരിക്കുന്നത്. അപ്പൊ സ്റ്റാർട്ടപ്പ് ദിനമാണ് ജനുവരി 16. ഇനി ലോകത്തിലെ തന്നെ ആദ്യത്തെ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇത് സോളാർ അല്ല കേട്ടോ, സോളാർ വിൻഡ്. സോളാറും ഉണ്ട്, വിൻഡും ഉണ്ട്. അപ്പൊ ഈ പറയുന്ന 2 സംവിധാനങ്ങളും കൂടിയുള്ള ഒരു ഇത് നിലവിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പൊ ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ്, അപ്പൊ രണ്ടും റിന്യൂവബിൾ എനർജിയാണ്, പുനരുൽപാദിപ്പിക്കാവുന്ന എനർജിയാണ്.
അപ്പൊ ഈ പറയുന്ന രണ്ടും കൂടി ഒന്നിച്ചു വരുന്ന വൈദ്യുതി പദ്ധതി എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത് വൈബ്രന്റ് ഗുജറാത്ത് എന്ന് പറയുന്ന പദ്ധതി, അതേപോലെ തന്നെ ഒരുപാട് പദ്ധതിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഗുജറാത്ത് വ്യാവസായികമായി ഒരുപാട് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? റിയൽ മാഡ്രിഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു പേര് മീൻസ് ആ ഒരു കായികമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, കുമാരനാശാന്റെ 100ാമത് ചരമവാർഷികം അത് 2024 ജനുവരി 16-നാണ്. അപ്പൊ കുമാരനാശാന്റെ 100ാമത് ചരമവാർഷികം അതെന്നാണ്? 2024 ജനുവരി 16-നാണ്. ഓക്കെ, അപ്പൊ ആ ഫാക്ട് ഒന്ന് പഠിച്ചു വെക്കണം. 2024 ഫെബ്രുവരി 1 മുതൽ ഒരു വാഹനത്തിന് അനുവദനീയമായ ഫാസ്ടാഗുകൾ എത്രയാണ്? 1 അപ്പൊ ഇതിനു മുമ്പ് ചിലപ്പോൾ ഒന്നിലധികം ഫാസ്ടാഗുകൾ ഉണ്ടാവും. അപ്പൊ ഒരു വാഹനത്തിന്റെ ഐഡന്റിറ്റി എന്താണ്? അതിന്റെ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ അല്ലേ? അപ്പൊ ഒരു രജിസ്ട്രേഷൻ നമ്പറിൽ എന്തേ പാടുള്ളൂ? ഒരു ഫാസ്ടാഗ് മാത്രമേ പാടുള്ളൂ. ഓക്കെ, അത് 2024 ഫെബ്രുവരി 1 മുതലാണ്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള സംഗീത സംവിധായകൻ ആരാണ്? KJ ജോയ് എന്ന് പറയും. മലയാള ചലച്ചിത്രഗാന ലോകത്തെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്ന് വേണമെങ്കിൽ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്നറിയപ്പെടുന്നു, മ്യൂസീഷ്യൻ. അതേപോലെ തന്നെ 1975 പുറത്തിറങ്ങിയ ലവ് ലെറ്റർ ആയിരുന്നു സംഗീത സംവിധായകനായുള്ള ആദ്യത്തെ മലയാള ചിത്രം. 1994 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ദാതയായിരുന്നു അവസാന ചിത്രം. ഓക്കെ, അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോ 2024 ജനുവരിയിൽ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേര് ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ ഈ പറയുന്ന സിനിമകൾ, ആദ്യ സിനിമ, അവസാന സിനിമ, ഇദ്ദേഹം ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്ന് പറയുന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സക്ക് റോബോട്ടിക് സർജറി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? റീജിയണൽ ക്യാൻസർ സെന്റർ RCC തിരുവനന്തപുരം. റീജിയണൽ ക്യാൻസർ സെന്റർ എവിടെയാണ്? ട്രിവാൻഡ്രത്താണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ റോബോട്ടിക് അഥവാ സംസ്ഥാനത്താണ്. അപ്പോൾ സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സക്ക് ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? റീജിയണൽ ക്യാൻസർ സെന്റർ, അതെവിടെയാണ്? തിരുവനന്തപുരമാണ്. മറ്റൊരു കാര്യം, 2024 ജനുവരിയിൽ നാഷണൽ അക്കാഡമി ഓഫ് കസ്റ്റംസ്, ഇൻഡയറക്ട് ടാക്സ് ആൻഡ് നാർക്കോട്ടിക്സ് അത് എവിടെയാണ്? പാലാസമുദ്രം എന്ന് പറയും, ആന്ധ്രാപ്രദേശ്. ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഓക്കെ, അപ്പൊ ആന്ധ്രാപ്രദേശിലാണ്. അപ്പോ എന്ത് ചെയ്യണം? നാഷണൽ അക്കാഡമി ഓഫ് കസ്റ്റംസ്, ഇൻഡയറക്ട് ടാക്സ്. അപ്പൊ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? ഈ പറയുന്ന ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബാങ്കിങ്ങോ ഇതുപോലെയുള്ള എക്സാമുകളിലൊക്കെ ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. എന്നിരുന്നാൽ കൂടി ഒരു കോമൺ കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിലും പ്രധാനമാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള യൂണിറ്റ് മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ഡോക്ടർ വി അമ്പിളിയാണ്. ഓക്കെ, അപ്പൊ ഡോക്ടർ വി അമ്പിളി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള യൂണിറ്റ് മേധാവിയായിട്ട് ചുമതലയേറ്റത് ആരാണ്? വി അമ്പിളിയാണ്. ഓക്കെ, അപ്പൊ കേരള ഫാക്ട് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തത്, റോഡ് അപകടത്തിൽപ്പെടുന്നവരെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനും ഇത്തരം രക്ഷാപ്രവർത്തനം ചെയ്യുന്നവർക്ക് പാരിതോഷം നൽകാനുമുള്ളായി സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് സേവ് എന്ന് പറയും. ഓക്കെ, അപ്പൊ സേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന അപകടത്തിൽ സാധാരണ രീതിയിൽ എന്ത് ചെയ്യാറില്ല? ഈ പറയുന്ന റോഡ് അപകടത്തിൽപ്പെടുന്നവരെ പൊതുജനത്തിന് എടുക്കാൻ താല്പര്യമില്ല എന്നല്ല, താല്പര്യമുണ്ട്, പക്ഷേ അതിന്റെ ഈ പറയുന്ന പോലീസ് കേസ് അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പൊതുജനം പലപ്പോഴും എന്ത് ചെയ്യും? ഇതിൽ നിന്ന് പിന്മാറും. ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? രാത്രി സമയത്തൊക്കെ റോഡ് അപകടത്തിൽ ഒരാളെ കണ്ടു. അപ്പൊ ഒരാളെ കണ്ടാൽ, അപ്പൊ രാത്രി ചിലപ്പോൾ എന്ത് ചെയ്യും? ഒറ്റക്കോ അല്ലെങ്കിൽ രണ്ടാളുകളോ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു കാറുകാരൻ അത് കയറ്റാൻ പേടിയായിരിക്കും. കാരണം ഇയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പിന്നീട് പോലീസ് വരണം, പോലീസിനോട് ഇവരല്ല എന്ന് ഇവരെന്ത് ചെയ്യണം? സ്ഥിരീകരിക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ പറയുന്ന ആരും ഇവരെ സേവ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ റോഡ് അപകടത്തിൽ പെടുന്നവരെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകുകയും ഇത്തരം രക്ഷാപ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകുക, പാരിതോഷികം നൽകുക, അതിനുവേണ്ടി ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് സേവ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യില്ല? ഇത്തരം നൂലാമാലകൾക്ക് ആളുകൾക്ക് താല്പര്യമില്ല. ഓക്കെ,
അപ്പൊ ഈ റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് സോഫ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഭക്ഷണ വിതരണത്തിനായി മലയാളികൾ വികസിപ്പിച്ച കേരളത്തിന്റെ തദ്ദേശീയമായ ആപ്പാണ് ലെയ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭക്ഷണ വിതരണത്തിന് വേണ്ടി കേരളത്തിലുള്ള മലയാളികൾ തദ്ദേശീയമായി വികസിപ്പിച്ച ആപ്പിന്റെ പേരാണെന്ത്? ലെയ്ലോ എന്ന് പറയുന്നത്. ആ ഒരു പേര് കൂടി ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക എന്ത് ചെയ്തിട്ടുണ്ട്? കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തു എന്ന് മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് കേസ് വാദിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ഒക്കെ ചെയ്യുന്നു. ആ ഒരു പ്രവർത്തനത്തിന് സമാധാന നോബൽ സമ്മാനം നൽകണം എന്ന് ആവശ്യപ്പെട്ട രാജ്യം ആരാണ്? കൊളംബിയ. അപ്പൊ നേരത്തെ ഞാൻ ഇക്വഡോർ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഈ ഇക്വഡോർ പറഞ്ഞതുപോലെ കൊളംബിയ എന്ന് പറയുന്ന രാജ്യം അത് ഏത് വൻകരയിലാണ്? ആ രാജ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഡൽഹിയിൽ നടക്കുന്ന 2024 റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പരിപാടിയിലെ പരാമർശത്തിലൂടെ പ്രശസ്തനായ മലയാളി ആരാണ്? രാജപ്പൻ. വേമ്പനാട്ട് കായലിലെ പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കി വിറ്റ് ജീവിക്കുന്ന ഭിന്നശേഷിക്കാരനാണ് ആര്? രാജപ്പൻ. കാരണം ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന 2024 റിപ്പബ്ലിക് ദിന പരിപാടിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ഷണം ലഭിച്ചിട്ടുണ്ട്. കാരണം വളരെ വലിയൊരു കാര്യമാണ്. കാരണം അദ്ദേഹം ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, അദ്ദേഹം ഒരു ഭിന്നശേഷിക്കാരനായിട്ട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം വേമ്പനാട്ട് കായലിലെ പ്ലാസ്റ്റിക് കുപ്പികൾ, കാരണം ഇത് വേസ്റ്റ് അല്ലേ, കാരണം ഈ വേസ്റ്റ് എന്ന് പറയുന്നത് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നു എന്ന് പറയുന്ന വളരെ വലിയൊരു കാര്യം. അതേ സമയത്ത് ഈ വേസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ഒരു ലിവ്ലിഹുഡ് ആയിട്ട് അദ്ദേഹം കാണുന്നു. അപ്പൊ അത് വളരെ വലിയൊരു മുന്നേറ്റമാണ്. അപ്പൊ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? മൻ കി ബാത്ത് പരാമർശത്തിലൂടെ അദ്ദേഹം പ്രശസ്തനായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് 2024 റിപ്പബ്ലിക് ദിന പരേഡ് പരിപാടിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ഷണം ലഭിച്ചിട്ടുണ്ട്. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ഏതാണ്? കതിരവൻ എന്ന് പറയും. അപ്പൊ അയ്യങ്കാളി, അപ്പൊ ഈ പറയുന്ന അയ്യങ്കാളി ഇവ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ചോദിക്കും, ചിലപ്പോ എന്ത് ചെയ്യും? അയ്യങ്കാളിയുടെ ചിലപ്പം ചില എന്താണ് അദ്ദേഹത്തിന്റെ മുന്നേറ്റങ്ങളെ കുറിച്ചോ അതുപോലെയുള്ള ചിലപ്പോൾ പല കാര്യങ്ങളെ കുറിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ചിലപ്പോൾ PSC, കാരണം ചിലപ്പം PSCയുടെ രീതികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് UPSC രീതിയിലേക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്യുക? ജസ്റ്റ് അയ്യങ്കാളിയുമായി നിങ്ങളൊന്നും ചെയ്യണം. നിങ്ങൾ അയ്യങ്കാളി എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ വോയിസ് ടൈപ്പ് ചെയ്താൽ പോലും എന്ത് ചെയ്യും? നിങ്ങൾക്ക് PSCയുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ ലഭിക്കും. ഭാവിയിലെ സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നതിനിടെയുള്ള രാഷ്ട്രത്തിന്റെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 35ആണ്. 1ാം സ്ഥാനത്ത് ബ്രിട്ടനാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ജസ്റ്റ് ഒരു ഫാക്ട് പറഞ്ഞു എന്ന് മാത്രം. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന് വേദി എവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. ഇപ്പോ സന്തോഷ് ട്രോഫിയിൽ ഇന്ത്യക്ക് എന്താണ് ആദ്യ കിരീടം നേടിയതിന്റെ 50ാം വാർഷികമൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഈ പറയുന്ന സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അരുണാചൽ പ്രദേശാണ്. അപ്പൊ ഈ കേരളത്തിന് ഈ ട്രോഫി കിട്ടിയപ്പോൾ അത് എവിടെയായിരുന്നു നടന്നത്? അതിന്റെ വേദി ഏതായിരുന്നു? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫാക്ടുകൾ എന്ത് ചെയ്യുക? സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തത്, നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ബഹുതല അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി അതിപ്പോ 11.28%. ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്നത് 3 പാരാമീറ്റർ ആണ്. ഹെൽത്ത്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പൊ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാര്യം. ഹെൽത്തിൽ നമ്മൾ ന്യൂട്രീഷൻ നോക്കും, ചൈൽഡ് അഡോളസെന്റ് മോർട്ടാലിറ്റി നോക്കും, മെറ്റേണൽ ഹെൽത്ത് നോക്കും. അപ്പൊ ഈ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരാളുടെ ന്യൂട്രീഷൻ ലെവൽ നോക്കും, അതേപോലെ തന്നെ ചൈൽഡ് മോർട്ടാലിറ്റി നോക്കും, മെറ്റേണൽ ഹെൽത്ത്. ഈ പറയുന്ന 3 കാര്യങ്ങളാണ് ഹെൽത്തിൽ. അതേസമയത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, സ്കൂൾ അറ്റൻഡൻസ്. അപ്പൊ ഈ പറയുന്ന 2 കാര്യം. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ കുക്കിംഗ്, ഫുയൽ, സാനിറ്റേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ഹൗസിംഗ്, ഇലക്ട്രിസിറ്റി, അസറ്റ്സ്, ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ഈ പറയുന്ന 7 കാര്യങ്ങൾ. അപ്പൊ എന്ത് ചെയ്യും? ഏകദേശം 12 സ്റ്റാൻഡേർഡ്സ് അഥവാ 12 സ്റ്റാൻഡേർഡ്സ് പരിശോധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന രീതിയിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്ന കാര്യം അളക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ നിങ്ങൾ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയുടെ സ്റ്റാറ്റസ് മാത്രമല്ല, അതിൽ പ്രധാനമായും ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം,
ഈ പറയുന്ന 3 കാര്യങ്ങളാണ്. അപ്പൊ അതോടൊപ്പം അല്ലെങ്കിൽ അതിന്റെ വ്യത്യസ്ത തലങ്ങളായ 12 സ്റ്റാൻഡേർഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവർ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യത്തെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം എന്താണ്? ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ഏതാണ്? ലഡാക്ക് ഹാൻലെ. അപ്പൊ ലഡാക്കിലെ ഹാൻലെ എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ ഇതെവിടെയാണ്? ലഡാക്ക് ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു ഫാക്ട് കൂടി ഒന്ന് പഠിച്ചു വെക്കാം. ഗ്ലോബൽ ഫയർ പവർ മിലിറ്ററി സ്ട്രെങ്ത് റാങ്കിംഗ് പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം ആരാണ്? US ആണ്. ഇപ്പൊ 2024 ഗ്ലോബൽ ഫയർ പവർ മിലിറ്ററി സ്ട്രൈക്കിംഗ് റാങ്ക് അത് ലോകത്തുള്ള മൊത്തം സൈനിക ശേഷിയുടെ സമഗ്രമായ രീതിയിൽ അനലൈസ് ചെയ്യുന്നു. 142 രാജ്യങ്ങളെ സൈനികരുടെ എണ്ണം, സൈനികരുടെ ഉപകരണങ്ങൾ, സാമ്പത്തിക സ്ഥിരത, ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, ലഭ്യമായ വിഭവങ്ങൾ ഇവ ഉൾപ്പെടെ 60-ലധികം ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു കാര്യം അനലൈസ് ചെയ്യുന്നത്. 1ാം സ്ഥാനത്ത് ആരാണ്? US ആണ്. 2ാം സ്ഥാനത്ത് റഷ്യയാണ്. 3ാം സ്ഥാനത്ത് ആരാണ്? റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്. 4ാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പൊ മിലിറ്ററിയുടെ കാര്യത്തിൽ ഏറ്റവും ഈ പറയുന്ന ഫയർ മിലിറ്ററി സ്ട്രെങ്ത് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് ആരാണ്? US ആണ്. 2ാം സ്ഥാനത്ത്, കാരണം അന്നത്തെ വളരെ വലിയ മീൻസ് എന്താണ് ശക്തികൾ തന്നെയാണ്. 1 US, 2 റഷ്യ. പിന്നെ ആരാണ്? പുതിയ വളർന്നു വരുന്ന ശക്തി ആരാണ്? ചൈനയാണ്. അടുത്തത് ആരാണ്? ഇന്ത്യയാണ്. അടുത്തൊരു കാര്യം, എൻ അൺകോമൺ ലവ് ദ ഏർലി ലൈഫ് ഓഫ് സുധാ നാരായണമൂർത്തി. ഈ ഒരു പുസ്തകം രചിച്ചത് ആരാണ്? ചിത്ര ബാനർജി ദിവാകരുണി എന്ന് പറയും. കാരണം വളരെ ഇൻഫോസിസിന്റെ കോ ഫൗണ്ടേഴ്സ് ആണ് ഇവര്. അപ്പൊ ഇവര് ഇപ്പം നാരായണമൂർത്തിയൊക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു വർക്കിംഗ് ഹവേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തി. അതിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വാട്ട് എവർ ഇറ്റ് മേ ബി, ഇവരുടെ ഈ പറയുന്ന ഒരു ഏർലി ലൈഫ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ബയോഗ്രഫി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ അതുപോലെയുള്ള ഒരു പുസ്തകമാണ് എഴുതിയിരിക്കുന്നത് ചിത്ര ബാനർജി ദിവാകരനെ. ഇപ്പൊ സാധാരണ രീതിയിൽ സാധാരണ രീതിയിൽ ആളുകളാണ് പുസ്തകം എഴുതുന്നത്. അപ്പൊ ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് മറ്റൊരാളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകത്തിന്റെ പേരും എഴുതിയ ആളെയും ഒന്ന് പഠിച്ചു വെക്കണം. 2024 ജനുവരിയിൽ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായ റേക്ക് ജാൻസ് എന്ന് പറയുന്ന ഉപദ്വീപ് എവിടെയാണ്? ഐസ്ലാൻഡിലാണ്. അപ്പൊ ഈ 2024 ഒരുപാട് സ്ഥലത്ത്, ഇന്തോനേഷ്യ, അതേപോലെ തന്നെ ഫിലിപ്പൈൻസ്, അപ്പൊ ഇവിടെയൊക്കെ ഈ പറയുന്ന എർത്ത് കേക്ക് ആയാലും അതേപോലെ തന്നെ എന്താണ് മീൻസ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഐസ്ലാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്നതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് 2022 രാജാ രവിവർമ്മ ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകുന്ന പ്രതിഭകൾക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. ആ പുരസ്കാര ജേതാവ് 2022 ആരാണ്? സുരേന്ദ്രൻ നായർ. ഈ പറയുന്ന പേര് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നേരത്തെ നമ്മൾ സ്റ്റാർട്ടപ്പ് ഒക്കെ പറഞ്ഞില്ലേ, അപ്പൊ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO ആരാണ്? അനൂപ് അംബിക എന്ന് പറയും. അപ്പൊ ഇദ്ദേഹമാണെന്ത്? കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO. അടുത്തൊരു കാര്യം, 2024 ക്രിട്ടിക് ചോയ്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എമ്മി അവാർഡിൽ ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഓപ്പൺ ഹൈമർ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രം. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ അതെവിടെയാണ്? വർക്കല, തിരുവനന്തപുരം. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ, അപ്പൊ കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് എവിടെയാണ്? വർക്കല, അത് തിരുവനന്തപുരമാണ്. ഓക്കെ, അടുത്തൊരു കാര്യം, ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം ഏതാണ്? ഗംഗ എന്ന് പറയും. അപ്പൊ ഇന്ത്യയുടെ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഡ്രോൺ പ്രതിരോധ സംവിധാനം, ഡ്രോൺ അല്ല, ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്താണ്? ഗംഗ എന്നാണ്. അപ്പൊ ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച എന്താണ് ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന്റെ പേര് ഗംഗ എന്നാണ്. ഓക്കെ, 2023 വർഷത്തെ ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരം, ഏറ്റവും മികച്ച പുരുഷ താരമാരായിരുന്നു? ലിയണൽ മെസ്സിയാണ്. വനിതാ താരമാരാണ്? ഐറ്റാന ബോൺമതി എന്ന് പറയും. ഓക്കെ, അപ്പൊ ആ ഒരു ഫാക്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക.
അടുത്തൊരു കാര്യം, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അക്കാദമി. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അതിന്റെ ഓഫീസല്ല, ആ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗാസിയാബാദ്, യുപിയിലെ ഗാസിയാബാദ് ജില്ലയിലാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. അടുത്തൊരു കാര്യം, നേരത്തെ നമ്മൾ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിനിടെ 4ാം പതിപ്പിൽ 1 കോടിയിലധികം ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നതിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണ്? അപ്പോ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിന്റെ 4ാം പതിപ്പിൽ 1 കോടിയിലധികം ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങൾ എത്രയാണ്? 5 സംസ്ഥാനങ്ങളാണ്. അതേസമയത്ത് 1 കോടിയിൽ താഴെ ജനസംഖ്യയുള്ള സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങുകളുടെ 4ാം പതിപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം ആരാണ്? ഹിമാചൽ പ്രദേശാണ്. അപ്പൊ 1 കോടിയിൽ കൂടുതൽ ജനസംഖ്യയുള്ളതിൽ 5 സംസ്ഥാനങ്ങളുണ്ട്. അതേസമയത്ത് ഇവിടെ 1 കോടിയിൽ താഴെയുള്ളതിൽ ഏറ്റവും മികച്ച സ്റ്റേറ്റ് ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. അടുത്തൊരു കാര്യം, മെഘാലയ ഗെയിംസിന്റെ 5ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ മെഘാലയ ഗെയിംസിന്റെ 5ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഓക്കെ, 75ാമത് എമ്മി അവാർഡിൽ മികച്ച നാടക പരമ്പര ഏതാണ്? സക്സഷൻ എന്ന് പറയും. നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. അപ്പൊ സക്സഷൻ എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും ഡ്രാമ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു കാര്യം, 2024 ജനുവരിയിൽ ഗ്രാൻഡ് സ്ലാം സിംഗിൾസിൽ സീഡ് താരത്തെ തോൽപ്പിച്ച ഇന്ത്യൻ താരം ആരാണ്? ഒരു സീഡ് താരത്തെ തോൽപ്പിച്ചത് സുമിത് നാഗൽ എന്ന് പറയും. അപ്പൊ സുമിത് നാഗൽ എന്ന് പറയുന്ന ഇന്ത്യൻ താരമാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാൻഡ് സ്ലാം സിംഗിൾസിൽ ഒരു സീഡ് താരത്തെ പരാജയപ്പെടുത്തിയത്. അടുത്ത ഫാക്ട് ശരിക്കും ശ്രദ്ധിക്കണം. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി എഴുത്തുകാരിയാണ് ശ്രീദേവിയാണ്. പ്രധാന കൃതികൾ യജ്ഞണ്ട്, നിറമാല, അഗ്നിഹോത്രം, 3ാം തലമുറ, ദശരഥം, ചാണക്കല്ല്, ചിരഞ്ജീവി, മുഖത്തോട് മുഖം, തിരക്കൊഴിയാതെ, പഴിപെറ്റ പന്തിരുകുലം, ശ്രീകൃഷ്ണ കഥ, അതേപോലെ തന്നെ കൂട്ടിത്തിരുമേനി, കൃഷ്ണാനുരാഗം, നാടകം, കുറുരമ. അപ്പൊ ഇതുപോലെയുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് ഈ ഒരു പേരൊന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. സ്ഥലനാമങ്ങൾ, പിൻകോഡ് എന്നിവ നൽകുന്നതിലൂടെ ആ പ്രദേശത്തെ കാലാവസ്ഥ അറിയുന്നതിനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ സംവിധാനം എന്താണ്? മൗസം ഗ്രാം എന്ന് പറയും. മൗസം എന്ന ആപ്പിലൂടെയാണ് ഈ സാമ്യം അല്ലെങ്കിൽ എന്താണ് ഈ സേവനം ലഭ്യമാക്കുന്നത്. അപ്പൊ ഒരു പിൻകോഡും അതേപോലെ തന്നെ സ്ഥലത്തിന്റെ പേരും മാത്രം കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ കാലാവസ്ഥ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ആ പറയുന്ന ഒരു സംവിധാനം, ഇപ്പൊ സ്ഥലത്തിന്റെ പേരും അതേപോലെ തന്നെ സ്ഥലത്തിന്റെ പിൻകോഡും എന്ത് ചെയ്യും? നമുക്ക് ഗൂഗിളിൽ തന്നെ ഗൂഗിൾ ലൊക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടുത്തെ കാലാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നത് മൗസം എന്ന് പറയുന്ന ആപ്പിലൂടെയാണ്. അതേപോലെ തന്നെ ഒരു വാചകം കേട്ട ശേഷം അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് മൊഴി മാറ്റുന്ന ജനറേറ്റീവ് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തയ്യാറാക്കിയ ആപ്പാണ് ബാഷിനി പോഡിയം എന്ന് പറയും. ടെക്ജൻഷ്യ എന്ന് പറയുന്ന കമ്പനിയാണ് വികസിപ്പിച്ചത്. അപ്പൊ ഒരു വാചകം കേട്ട ശേഷം അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് മൊഴി മാറ്റം. ഇപ്പൊ സാധാരണ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലൊക്കെ നമ്മൾ ചെയ്താൽ എന്താണ് അതിന്റെ കാര്യം? അത് പദാനുപദ ട്രാൻസ്ലേഷൻ ആയിരിക്കും. അത് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഒരു രീതിയിലും അതിന്റെ മീനിങ്ങുമായിട്ട് സാമ്യം ഉണ്ടാവില്ല. അപ്പൊ ഈ പറയുന്ന ഭാഷിണി പോഡിയം, അപ്പൊ ഇതെന്ത് ചെയ്യും? വാചകം കേട്ട ശേഷം അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? മൊഴി മാറ്റുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലൻ 24ന്റെ വേദി ഏതാണ്? വിശാഖപട്ടണം. ഒരു കാര്യം ചെയ്യുക, ഈ പറയുന്ന മിലൻ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള അഭ്യാസമാണ് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? സാറ, 4 വയസ്സാണ്, ചെക്ക് റിപ്പബ്ലിക്കുകാരിയാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ജസ്റ്റ് ഒരു ഫാക്ട് ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തൊരു കാര്യം, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ദുരന്ത മുന്നറിയിപ്പ് ട്രാൻസ്മിറ്റർ ISR ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ഡിസ്ട്രസ് ട്രാൻസ്മിറ്റർ. അപ്പൊ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബോട്ടിൽ നിന്നുള്ള വിവരം ഈ സാറ്റലൈറ്റിലേക്ക് എത്തിയിട്ട് സാറ്റലൈറ്റ് എന്ത് ചെയ്യും? ഈ പറയുന്ന ISROയുടെ സൈറ്റിലേക്ക്, ആ കമ്മ്യൂണിക്കേഷൻ സെന്റർ എന്ത് ചെയ്യും? ഈ പറയുന്ന കോസ്റ്റ് ഗാർഡിലേക്ക് എന്ത് ചെയ്യും? ഇത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവരുടെ ഈ ഒരു സർവീസ് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന സാറ്റലൈറ്റ് വഴി കിട്ടുന്ന കാര്യം ഇവരെന്ത് ചെയ്യും? ഈ പറയുന്ന കോർഡിനേഷൻ സെന്ററിലേക്ക് കൊടുക്കും. അപ്പൊ ഈ കോർഡിനേഷൻ സെന്ററിൽ നിന്ന് എന്ത് ചെയ്യും? ബോട്ട് വിട്ട് റെസ്ക്യൂ നടത്തും. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മുമ്പുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊടുക്കുന്ന ഇൻഫർമേഷൻ ഇവിടെ എത്തും. ഓക്കെ,
അതേ സമയത്ത് ഇതിന്റെ തിരിച്ചുള്ള അപ്ഡേറ്റുകൾ ഒന്നും കിട്ടില്ലായിരുന്നു. അപ്പൊ ഈ പറയുന്ന സെക്കൻഡ് ജനറേഷൻ വന്നതോടുകൂടി എന്ത് ചെയ്തു, ഈ പറയുന്ന അപ്ഡേഷൻ തിരിച്ച് അങ്ങോട്ടും കിട്ടും. ഇപ്പൊ സാധാരണ രീതിയിൽ മുമ്പൊക്കെ എന്താണ്, ഇപ്പൊ ഫ്ലിപ്കാർട്ടിലൊക്കെ സാധനം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ സാധനം ഓർഡർ ചെയ്താൽ നമ്മൾ ഓർഡർ ചെയ്തു, തിരിച്ചു വരുന്ന സംഗതി മാത്രമേ നമ്മൾ അറിയുള്ളായിരുന്നു, നമ്മളെ വീട്ടിലെത്തുമോ. ഇപ്പൊ അപ്ഡേഷൻ വന്നില്ലേ. ഇപ്പൊ അപ്ഡേഷൻ വന്നപ്പോ എന്തായി, ഈ പറയുന്ന കാര്യങ്ങൾ എവിടെ എത്തി എന്ന് കൃത്യമായി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിച്ച സമയത്ത് വരുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ. മറ്റേത് നമ്മൾ വിചാരിച്ച സമയത്ത് എത്തിയിട്ടില്ല എങ്കിലാണ്, ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് മെസ്സേജ് വരും, എന്നാണ് ഇന്ന് ഔട്ട് ഫോർ ഡെലിവറി ആണോ എന്നൊക്കെയുള്ള കൃത്യമായ രീതിയിൽ മെസ്സേജ് വരും. ഈ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ടു സൈഡ് കമ്മ്യൂണിക്കേഷൻ കൃത്യമായ രീതിയിലാണ്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തത് അവർക്ക് കിട്ടി, പക്ഷെ അവരുടെ അപ്ഡേഷൻ നമുക്ക് കിട്ടുന്നില്ല. അതേപോലെയായിരുന്നു ഇവിടുന്നുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യും, ഈ പറയുന്ന സെന്ററിലേക്കും അഥവാ കോസ്റ്റ് ഗാർഡ് കൺട്രോൾ സെന്ററിലേക്കൊക്കെ എത്തും. അതേ സമയത്ത് ഇവർ അവിടുന്ന് പുറപ്പെട്ടോ ഇല്ലയോ, എവിടെ എത്തി, ഇതുപോലെയുള്ള ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ ആ പറയുന്ന ഒരു കാര്യമാണ് എന്ത്, ഡിസ്ട്രസ് അലേർട്ട് ട്രാൻസ്മിറ്റർ എന്ന് പറയും. അതിപ്പോ എന്ത് ചെയ്യും, റിട്ടേൺ ഇൻഫർമേഷൻ കൂടി എന്ത് ചെയ്യും, അവർക്ക് ലഭ്യമാകും. അടുത്തൊരു കാര്യം, ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? കൊട്ടാരക്കരയാണ്. അപ്പൊ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ എന്ന് പറയുന്നത് ആരാണ്? കൊട്ടാരക്കരയാണ്. മറ്റൊരു കാര്യം, ജനുവരിയിൽ തായ്വാനുമായി, ഇപ്പം തായ്വാൻ എന്ന് പറയുമ്പോൾ ചൈനയുമായിട്ടുള്ള പ്രശ്നം ഉണ്ടല്ലോ. മുമ്പ് തായ്വാൻ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ 22 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ 11 രാജ്യങ്ങളാണ് തായ്വാൻ അംഗീകരിക്കുന്നത്. അപ്പൊ തായ്വാൻ ഇന്റർനാഷണൽ ലെവലിലുള്ള ആ ഒരു സപ്പോർട്ട് കുറഞ്ഞു വരികയാണ്. അപ്പോൾ തായ്വാനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് ചൈനയുമായി മാത്രം ബന്ധം എന്ന് സ്ഥാപിച്ച രാജ്യം ഏതാണ്? നൗറു ആണ്. ഇതൊരു പസഫിക് ഐലൻഡ് ആണ്. ഓക്കെ. അപ്പൊ ഈ ഓസ്ട്രേലിയയുടെ തൊട്ട് മുകളിലൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും രാജ്യങ്ങൾ വരികയാണ്, രണ്ട് കാര്യം, ഒന്ന് ഇതിന്റെ മാപ്പ് നോക്കുക, അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ചില ഫാക്ടുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ബൈ ചാൻസിന് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് കിട്ടുമല്ലോ. 2024 ജനുവരിയിൽ മൗറീഷ്യസ് ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലുള്ള റിയൂണിയൻ ഐലൻഡ്, അപ്പൊ അവിടെയൊക്കെ വിധിച്ച അല്ലെങ്കിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് എന്താണ്? ബെലാൽ എന്ന് പറയും. ബെലാൽ. അപ്പൊ ഈ ബെലാൽ എന്ന് പറയുന്നതാണ് മൗറീഷ്യസ്, ആ ഏരിയയിലൊക്കെ, ആഫ്രിക്കൻ ദ്വീപല്ലേ. ഓക്കെ. അപ്പൊ ആ മൗറീഷ്യസ് ഏരിയയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായ ചുഴലിക്കാറ്റ് ബെലാൽ എന്ന് പറയും. ഓക്കെ. അതൊന്ന് പഠിച്ചു വെക്കുക. പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. അപ്പൊ ഭരണഘടനയുടെ ആമുഖം, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഈ പറയുന്ന ഭരണഘടനയുടെ ആമുഖം നിങ്ങൾക്കറിയാലോ, മീൻസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഓക്കെ. ഭരണഘടനയുടെ ശില്പി ആരാണ്? അംബേദ്കർ ആണ്. ആമുഖത്തിന്റെ ശില്പി ആരാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ദെൻ ഭൗമസൂചിക പദവി ലഭിച്ച ഫുൽക്കാരി എന്ന വില കൂടിയ എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ അപ്പൊ ഏത് സ്റ്റേറ്റിൻ്റെതാണ്? അത് പഞ്ചാബിൻ്റെതാണ്. അടുത്തൊരു കാര്യം, ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഫുൽക്കാരി എംബ്രോയിഡറി, അപ്പൊ ഇതിന് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ബിലോങ്സ് ടു വിച്ച് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പഞ്ചാബാണ്. അതേപോലെ തന്നെ ഹിഷാം അബ്ദുൽ വഹാബ്, അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ ആരാണ്? അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ചു. അതാരാണ്? ഹിഷാം അബ്ദുൽ വഹാബാണ്. ഓക്കെ. ജസ്റ്റ് ഒരു ഫാക്ട്, കാരണം പുതിയതല്ല. ഒരു 2020 ക്രിക്കറ്റിൽ ഏറ്റവും അധികം സിക്സർ നേടുന്ന താരം എന്ന റെക്കോർഡ് ആരാണ്? ഫിൻ അലൻ എന്ന് പറയുന്ന ന്യൂസിലൻഡ് താരമാണ്. ഓക്കെ. അപ്പോ ഫാബിയൻ അലൻ എന്ന് പറയുന്ന ഒരു വെസ്റ്റ് ഇൻഡീസ് താരമുണ്ട്, അദ്ദേഹമല്ല, ഫിൻ അലൻ എന്ന് പറയുന്ന ഒരു ന്യൂസിലാൻഡ് താരമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് പാകിസ്ഥാനെതിരെ വളരെ ശക്തമായ T20യിൽ 4 വിജയിച്ചുകൊണ്ട് ആധിപത്യം സ്ഥാപിച്ച ടീമാണ് ന്യൂസിലാൻഡ്. അതിൽ ICC നിയമിക്കുന്ന ആദ്യ നിഷ്പക്ഷ വനിതാ അമ്പയർ ആരാണ്? സ്യൂ റെഡ്ഫൺ ആണ്. ഓക്കെ. അപ്പൊ ഈ പേര് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അടുത്തത്, ഇറാനുമായിട്ടുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി ഇന്ത്യയിലെ 9 ക്ലാസിക്കൽ ലാംഗ്വേജുകളിൽ ഒന്നായി ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ച ലാംഗ്വേജ് ഏതാണ്? ഫാർസി എന്ന് പറയും, പേർഷ്യ എന്ന് പറയും, അല്ലെ ഫാർസി എന്ന് പറയും. ഇന്തോ ഇറാനിയൻ ഭാഷയാണ്. കാരണം ഈ ഗ്രീക്കുകാർ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പേർഷ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ വന്ന് ഭരിച്ചിട്ടുണ്ടല്ലോ.
ഓക്കെ, റൂമി, ഹഫീസ് ഇതുപോലെ ഒരുപാട് ആളുകളുടെ കവിതകൾ സാഹിത്യത്തിലൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് ക്ലാസിക്കൽ ലാംഗ്വേജ്. നിലവിൽ 2004 നിലവിൽ വന്ന തമിഴ് ഉണ്ട്, 2005 വന്ന സാൻസ്ക്രിറ്റ് ഉണ്ട്, 2008 വന്ന തെലുങ്ക് ഉണ്ട്, 2008 തന്നെ വന്ന കന്നഡയുണ്ട്, 2013 വന്ന മലയാളം ഉണ്ട്, മലയാളത്തിന് 2013 2014 വന്ന ഒഡിയ. ഇനിയിപ്പോ വരാൻ പോകുന്നത്, കാരണം 9ാമത് എന്നാ പറഞ്ഞു, അപ്പൊ 7 8 ആരാ? ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? പാലി, പ്രാകൃത്, ഈ പറയുന്ന 2 ലാംഗ്വേജുകൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിക്കൽ പദവി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് 9ാമത്തേതാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പാർസി അല്ലെങ്കിൽ പേർഷ്യൻ എന്ന് പറയുന്ന ലാംഗ്വേജ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറയുന്ന ഫാക്ട് ഒന്ന് കൂട്ടി വായിക്കണേ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ BR അംബേദ്കറിന്റെ ഏറ്റവും വലിയ പ്രതിമ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? വിജയവാഡ, ഹൈദരാബാദ്. വിജയവാഡ, ഹൈദരാബാദിലാണ്. 125 അടിയുള്ള പ്രതിമയാണ്. അപ്പൊ 125 അടി ഉയരത്തിൽ 81 അടി പീഠത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പൊ പ്രതിമക്ക് 125 അടിയാണ്, അതേസമയത്ത് ഈ പീഠത്തിന് 81 ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ എന്താണ്? 206 അടിയാണ് ആകെ നീളം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ്സ് ടോളസ്റ്റ് അംബേദ്കർ സ്റ്റാച്യു ആണ്. ഇത് വിജയവാഡയിലാണ്. ജനുവരി 19 എന്ത് ചെയ്തത്? അൺവെയിൽ ചെയ്തിരിക്കുന്നത്. സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആണ് ഇതിന്റെ പേര്. അപ്പൊ 125 സ്റ്റാച്യുവിന്റെ ഉയരം. പോഡിയത്തിന്റെ ഉയരം എന്താണ്? 81 ആണ്. ഓക്കെ, അപ്പോ മീൻസ് എമംഗ് ടോപ്പ് 50 സ്റ്റാച്യൂസ്, സർദാർ പട്ടേൽ 790 ഫീറ്റ് സ്റ്റാച്യു ഈസ് ദി ടോളസ്റ്റ് ഗ്ലോബലി. ഓക്കെ, അപ്പൊ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ 790 ഫീറ്റ് ഉള്ളതാണ് ലോകത്തില്. കാരണം സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിരുന്നു, പിന്നീട് എന്ത് ചെയ്തു? മീൻസ് ഈ പറയുന്ന ഒരു പ്രതിമ വന്നതോടുകൂടി എന്ത് ചെയ്തു? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് ഏറ്റവും വലുത്, 790 ഇത് 206 എന്നാൽ ലോകത്തിൽ ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമയാണ്. സെക്കൻഡ് ടോളസ്റ്റ് അംബേദ്കർ സ്റ്റാച്യു ഇൻ ഹൈദരാബാദ് 170 ഫീറ്റ് ആണ്. മീൻസ് ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തത്, കേരളത്തിൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി കൃത്രിമ കോറൽ റീഫുകൾ സ്ഥാപിക്കുന്നത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. അപ്പൊ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഒരു പദ്ധതി. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ആണ് ഈ ഒരു പദ്ധതി നടപ്പിൽ വരുത്തുന്നത്. അപ്പോ ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ പൊയ്യൂർ മുതൽ വർക്കല വരെയുള്ള 42 മത്സ്യബന്ധന ഗ്രാമങ്ങളിലായി 6300 കൃത്രിമ റീഫ് യൂണിറ്റുകൾ പദ്ധതിയിൽ എന്ത് ചെയ്യും? വിന്യസിക്കുന്നതായിരിക്കും. അടുത്തൊരു കാര്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമാകുന്നത്? കേരളത്തിലാണ്. അപ്പൊ ഇന്ത്യസ് ഫസ്റ്റ് ഗ്രാഫീൻ സെന്റർ, ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രാഫീൻ. അപ്പൊ ഈ പറയുന്ന രണ്ടും എവിടെയാണ്? കേരളത്തിലാണ് ആദ്യമായിട്ട് സ്ഥാപിതമാകുന്നത്. അടുത്തത്, കാനഡ മണി ടു ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൊബൈൽ ബാങ്കിങ് ആപ്പ് ICCI ആണ്. ഓക്കെ, അപ്പൊ ICCI കാനഡയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ മണി ടു ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തത്, ഫോർബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ്? കുവൈറ്റ് ദിനാറാണ്. ഓക്കെ, അപ്പൊ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ്? കുവൈറ്റ് ദിനാറാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം പഠിച്ചു വെക്കുക. അതിനോട് ചേർത്ത് തന്നെ ഒരു ഗൾഫ് റീജിയനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റാഫേൽ നദാലിനെ ടെന്നീസ് ബ്രാൻഡ് അംബാസഡറായി നിയമിച്ചത് ആരാണ്? സൗദി അറേബ്യ. അപ്പൊ എന്തിനെയാണ് റാഫേൽ നദാലിനെ ടെന്നീസ് ബ്രാൻഡ് അംബാസഡറായി നിയമിച്ചത് ആരാണ്? സൗദി അറേബ്യ. സൗദി അറേബ്യ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സൗദി ക്ലബ്ബ് അൽ നസറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? ഓക്കെ, കാരണം അവിടെ സ്പോർട്സ് ഒരു കൾച്ചർ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. 19ാമത് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സമ്മേളന വേദി എവിടെയാണ്? ഉഗാണ്ടയാണ് അല്ലെ? ഓക്കെ, ഈ നാം എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ഥാപക നേതാക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇന്ത്യ കൂടിയാണ് അല്ലെ? ഇന്ത്യ, അതേപോലെ തന്നെ എന്താണ് ഇന്തോനേഷ്യ, ദെൻ ഈജിപ്ത്. അപ്പൊ നാം എന്ന് പറയുന്നത് ഈ പറയുന്ന US-ഉം USSR-ഉം ഈ പറയുന്ന കോൾഡ് വാർ ഉണ്ടായ സമയത്ത് 2 സഖ്യത്തിലും ചേരാതെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. ഇപ്പൊ ഇത് ആ ഒരു രീതിയിൽ പോയതാണ്. പിന്നീട് ഇന്ത്യ USSR-ഉമായിട്ട് വളരെ വലിയൊരു ബന്ധം സ്ഥാപിച്ച സമയത്ത് എന്ത് ചെയ്തു? ഇവിടെയുള്ള ചെറിയ രാജ്യങ്ങൾക്കൊക്കെ ഇതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അവരൊക്കെ പിന്നീട് മെല്ലെ പിൻവാങ്ങി. പിന്നെ ഇതിൽ തന്നെയുള്ള പല രാജ്യങ്ങളും പിന്നീട് പല വിഷയങ്ങളിലും ഇന്ത്യക്കെതിരായ നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ 19ാമത് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സമ്മേളന വേദി ഉഗാണ്ടയാണ്, ആഫ്രിക്ക. ചാർജിംഗ് അറ്റകുറ്റപ്പണികളോ ഇല്ലാതെ
50 വർഷം പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ ബാറ്ററി നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് ഏതാണ്? ബീറ്റ വോൾട്ട് എന്ന് പറയും, ചൈനയാണ്. അപ്പൊ ഇവരാണ് 50 വർഷം, ഒരു അറ്റകുറ്റപ്പണിയും വേണ്ട, ചാർജും ചെയ്യണ്ട, 50 വർഷം എന്ത് ചെയ്യും? ഈ പറയുന്ന ന്യൂക്ലിയർ ബാറ്ററി പ്രവർത്തിച്ചോളും. അത് ബീറ്റ വോൾട്ട് ആണ്, ചൈനയാണ്. ഇനി 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഫെസ്റ്റിവൽ അതെവിടെയാണ്? തമിഴ്നാടാണ്. ഓക്കെ, അപ്പൊ 2023 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അത് തമിഴ്നാടിലാണ്, 4 സിറ്റികളിലായിട്ടാണ് നടക്കുന്നത്. അടുത്തൊരു ഫാക്ട് പഠിച്ചു വെച്ചോ. 2024 ജനുവരിയിൽ ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്നുകൊണ്ട് 1ാമതെത്തിയത് പ്രജ്ഞാനന്ദ, 18 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്നുകൊണ്ട് 1ാമതെത്തിയിട്ടുണ്ട്. ഇനി സംസ്കർ എന്ന് പറയുന്ന നദി ഏത് നദിയുടെ പ്രധാന പോഷക നദിയാണ്? സിന്ധു നദിയുടെ. അപ്പൊ ന്യൂസുകളിലൊക്കെ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും റിവേഴ്സോ കാര്യങ്ങളോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. അതേപോലെ തന്നെ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ KSRTC വികസിപ്പിച്ച പുതിയ ആപ്പിന്റെ പേരെന്താണ്? വേർ ഈസ് മൈ KSRTC. ട്രെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്പിൽ ട്രെയിനിന്റെ പേരോ നമ്പറോ അടിച്ചു കൊടുത്താൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സംവിധാനമാണ് വേർ ഈസ് മൈ KSRTC എന്ന് പറയും. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ സമ്മേളനമായ വിങ്സ് ഇന്ത്യ അതെവിടെയാണ്? ഹൈദരാബാദിലാണ്. കാരണം ഏറ്റവും നല്ല എയർപോർട്ട് ഡൽഹിയും ബാംഗ്ലൂരും ഒക്കെയാണ്. അപ്പൊ ഈ പറയുന്ന ഒരു മീൻസ് പ്രോഗ്രാം നടക്കുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഓക്കെ, അടുത്തത് സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്താണ്? ഒരുമ. അപ്പൊ സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്താണ്? ഒരുമയാണ്. അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ മന്ത്രി ആരാണ്? എസ് ഈശ്വരൻ. പേര് പഠിച്ചു വെക്കാൻ സുഖാണ്, ഈശ്വരൻ അല്ലെ. അമേരിക്കക്ക് പുറത്ത് ബോയിങ്ങിന്റെ വിമാന കമ്പനിയുടെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രം വരുന്നത് എവിടെയാണ്? ബാംഗ്ലൂരു. ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് പ്രധാനമന്ത്രിയൊക്കെ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അമേരിക്കക്ക് പുറത്ത് ബോയിങ്ങിന്റെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രം വരുന്നത് എവിടെയാണ്? ബാംഗ്ലൂരുവിലാണ്. അടുത്തൊരു ഫാക്ട് ശരിക്കും ശ്രദ്ധിക്കണം. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് നടത്തുന്ന 5ാമത്തെ രാജ്യം ആരാണ്? സ്ലിം എന്ന് പറയുന്ന ഒരു സംവിധാനം. അവ പ്രിസിഷൻ ലാൻഡിംഗ് എന്ന് പറയും. പ്രിസിഷൻ ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത്. മറ്റേത് നമ്മൾ ഒരു 10 കിലോമീറ്റർ സറൗണ്ട് ചെയ്തിട്ട് അവിടെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യലാണ്. അപ്പൊ പ്രിസിഷൻ ലാൻഡിംഗ് ഒരു 100 മീറ്റർ ആ ഒരു പറയുന്ന ഒരു മീൻസ് ഒരു ഏരിയക്കുള്ളിൽ തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വളരെ വലിയ വിപ്ലവകരമായ ഒരു മാറ്റമാണ്. അപ്പൊ 5ാമത്തെ രാജ്യം ആരൊക്കെയാണ്? US ഉണ്ട്, USSR ഉണ്ട്, ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്. 5ാമത് വരുന്നത് ജപ്പാൻ. അപ്പൊ നേരത്തെ നമ്മൾ ഈ സൈന്യത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഏകദേശം അതേ ഓർഡർ തന്നെ. US, USSR, ചൈന, ഇന്ത്യ. അത് കഴിഞ്ഞ് 5ാമത് വരുന്നത് ആരാണ്? ജപ്പാനാണ്. ഓക്കെ, കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദി എവിടെയാണ്? കൊച്ചിയാണ്. ഈ ഒരു ഫാക്ട് പഠിച്ചു വെക്കണേ. പോൾ വാട്ടറിലെ മുൻ ലോക ചാമ്പ്യൻ ആയിരുന്ന ആളാണ് ഷോൺ ബാർബർ എന്ന് പറയും. അദ്ദേഹം 2024 ജനുവരിയിൽ അന്തരിച്ചിട്ടുണ്ട്. അടുത്തത് ജനുവരിയിൽ കടലിനടിയിൽ ഹൈയിൽ 523 എന്ന് പറയുന്ന ഒരു ആധുനിക ഡ്രോണിന്റെ പരീക്ഷണം നടത്തിയത്. അപ്പൊ കടലിനടിയിലാണ്. അതാരാണ്? ഉത്തര കൊറിയയാണ്. കാരണം ഉത്തര കൊറിയ എന്ത് ചെയ്യുന്നുണ്ട്? സ്പൈ സാറ്റലൈറ്റ് വിട്ടു. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ആപ്പിളിനെ മൈക്രോസോഫ്റ്റ് മറികടന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ സാംസങ്ങിനെ പിന്തള്ളിക്കൊണ്ട് ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഉൽപാദകരായി മാറിയത് ആരാണ്? ആപ്പിൾ ആണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ പറയും റീസെന്റ് ആയിട്ടുള്ള ഇയർ എൻഡ് സെയില് അല്ലെങ്കിൽ ഈ സെയിലിലൊക്കെ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ ഒരുപാട് ഓഫറുകൾ കൊടുത്ത് വിറ്റതാണെന്ത്? ഈ പറയുന്ന ആപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാംസങ്ങിനെ പിന്തള്ളിക്കൊണ്ട് ഏറ്റവും വലിയ മൊബൈൽ കമ്പനിയായി ജനുവരിയിൽ വന്നത് ആരാണ്? ആപ്പിൾ ആണ്. അതേപോലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും ദൂരെയുള്ളതുമായ തെമോകർദ്ദത്തെ കണ്ടെത്തിയ നാസയുടെ ബഹിരാകാശ ടെലസ്കോപ്പ് ഏതാണ്? ജെയിംസ് വെബ്. അപ്പൊ നാസയുടെ ജെയിംസ് വെബ് എന്ന് പറയുന്ന ടെലസ്കോപ്പാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും പഴക്കമേറിയത്, ഏറ്റവും ദൂരമുള്ള തെമോകർദ്ദത്തെ കണ്ടെത്തിയത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നാളെ അടുത്ത വീക്കിൽ എന്ത് ചെയ്യാം? അടുത്ത വീക്കിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. അതുവരെ നിങ്ങൾക്ക് ഇതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ പറയുന്ന മാക്സിമ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത്. അപ്പൊ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക? മാക്സിമ എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? അടുത്ത വീക്കിൽ കാണാം. താങ്ക് യു ഓൾ.